ഗൈസ്, വരൂ നമുക്കല്പം കുത്തിത്തിരിപ്പ് വർത്തമാനം പറയാം. കുത്തിത്തിരിപ്പ് വർത്തമാനം പറഞ്ഞിട്ട് 2-3 ദിവസമായി, ഒരു രസമില്ല. തൻവിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണകുമാർ ഫാമിലിയുടെ ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് ടീമായി നിൽക്കുന്ന തൻവിയാണ്. തൻവി വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വന്ന ഉടനെ തന്നെ ചാടി വീണ് കുറേ ഡയലോഗൊക്കെ പറഞ്ഞു. പുള്ളിക്കാരത്തി വന്ന കാര്യം എന്താണ്, അമ്മമ്മയുടെ കൂടെ ആളില്ല അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനും കൊണ്ട് വന്നു. അവിടെ നിന്ന് പൊക്കി പിടിച്ചോണ്ട് വന്നു. അഹാന വെറുതെ ഏണി വെച്ച് ആ കേസ് ഏറ്റെടുത്ത് അഹാന ഏറിലാണ്. അഹാന ഒരു രക്ഷയില്ല, നിലത്തിറങ്ങാൻ ഒരു നിവൃത്തിയില്ല. ശരി, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തന്നെ അപ്പോഴും വീണ്ടും പിടിച്ചേറി കയറ്റും. എന്നാൽ ശരി, ഇതെല്ലാം അങ്ങനെയാണെന്ന് പറയാൻ അപ്പോഴും എടുത്തേറി കയറ്റും. ഒരു രക്ഷയില്ലാതെ അഹാന കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട്. അഹാനയ്ക്ക് മാത്രമല്ല, സിന്ധുവിന് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. ആകെ മൊത്തം ആ കുടുംബം മുഴുക്ക എയറിലേക്ക് പോകാനുള്ള കാരണം തൻവിയുടെ ഈ പെർഫോമൻസ് ആണ്. ഇപ്പോൾ കർമ്മ തൻവിക്ക് ഒരു അടി കൊടുത്തിരിക്കുകയാണ്. കുട്ടിയുടെ രൂപത്തിൽ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ദേഹം മുഴുക്ക എന്തൊക്കെ ഞൊണലുകൾ വരുന്നുണ്ടെന്നാണ് പുള്ളിക്കാരത്തി പറയണത്. എന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. കൊച്ചുങ്ങൾക്ക് വല്ലതും വന്ന പിള്ളേർക്ക് ഇങ്ങനെ തന്നെ. ഇതിനൊന്നും മനസ്സില്ല കേട്ടോ, ചെറിയ മനസ്സാണ്. അല്ല, ഇത് നമ്മൾ പറയാനുള്ള ഇതില്ല. ഞാനൊക്കെ ബോധം കെടുമായിരുന്നു. എൻ്റെ കുട്ടിക്ക് പനിയാൻ പറ്റുമെന്ന് ഛർദ്ദിക്കുകയാണ് ചെയ്താൽ ഞാൻ അപ്പം ദയ കിടക്കണം, ബോധം കിടം. പിന്നെ എന്നെ പറക്കി എടുത്തുകൊണ്ട് വരേണ്ടത്. എനിക്ക് ഇഷ്ടം പോലെ വഴക്ക് കേൾക്കുന്നത് കൊച്ചിൻ്റെ അടുത്തുള്ള ഓവർ കെയർ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ്. അതുകൊണ്ട് തൻവിയെ കുറ്റപ്പെടുത്താൻ എന്നെ അർഹതയുണ്ടെന്ന് ചോദിച്ചാൽ നോ എന്നായിരിക്കും എൻ്റെ ഉത്തരം. നമുക്ക് തൻവി പറയണ കേൾക്കാം. അതിനെ റീസൺ വെച്ചാൽ ഇവിടുത്തെ എന്താ എനിക്കറിയില്ല. ഇവിടെ എന്തൊക്കെയൊക്കെ ഈ വീട്ടിൽ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ എന്തോ കൊച്ചിനെ കടിക്കുന്നുണ്ട്, കൊച്ചിന് എന്തൊക്കെ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. വാക്സിൻ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ബാക്കിലാണിങ്ങനെ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിംസിലും അല്ലാതെ ഡോക്ടർ പ്രദീപ് എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്തും അങ്ങനെ ഇങ്ങനെ മാറി മാറി ഓരോ ഡോക്ടറിൻ്റെ അടുത്തും മോളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 weeks ആയിട്ട് ഞാനിങ്ങനെ കിടന്ന് അനുഭവിക്കുക. രാത്രി മോൾ ഉറങ്ങുന്നില്ല. പാവമായിട്ടുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇവിടെ ഉറങ്ങുന്നില്ല. മക്കളെ, എല്ലാ മക്കളും പാവമാണ് ഡ്യൂട്ടി. നിന്റെ മോള് മാത്രമല്ല, ആ പ്രായത്തിലുള്ള എല്ലാം പാവങ്ങളാണ്. പിന്നെ വളർന്ന് വരുമ്പോഴാണ് എല്ലാത്തിനും ഇല്ലാത്ത പ്രശ്നം വരുന്നത്. ബാക്കി കേൾക്കാം. ഇവിടെ എണീച്ച് കരയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നവരെ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ 2 days ഒന്ന് മാറി നിന്ന് നോക്കാൻ പോവുകയാണ്, കുഞ്ഞിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലേ എന്ന്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ലിയാൻ വല്ല സ്കൂളിൽ നിന്ന് വല്ലതും പനി വല്ലതും കൊണ്ടുവന്നതാണോ, ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല. കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം കരച്ചിൽ തുടങ്ങും. പോട്ടെ 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 പോട്ടെ. നല്ല സങ്കടത്തിലാണ് കൊച്ചുള്ളത്. കൊച്ചു പറഞ്ഞു വരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു വാടക വീട്ടിലേക്ക്, വീട്ടിനടുത്തുള്ള ഒരു വാടക വീട്ടിലേക്ക് മാറുകയാണെന്ന്. ഇത് കൺവിൻസിങ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ കൺവിൻസ്ഡ് അല്ല കേട്ടോ. എന്താണെന്നറിയാമോ, വാടക വീട്ടിലും ഈ വീട്ടിലും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ഇത് പ്രശ്നം അമ്മുമ്മ തള്ളയായിട്ട് നല്ലപോലെ ഉടക്കി പുള്ളിക്കാരത്തി. മറ്റവരെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയെങ്കിൽ പോലും പുള്ളിക്കാരത്തിക്ക് മനസ്സിൽ റിയാലിറ്റി അങ്ങോട്ട് കയറി പിടിച്ചു. അതാണ് സംഗതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കമൻസിലേക്ക് പോകാം. കമൻസിൽ കൂടെ കുറേ പേര് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അതിൽ അന്ന വേൾഡ് ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ് എനിക്ക് കടത ആഗ്രഹിച്ചത്. അഹാന പറഞ്ഞത് ഓർമ്മയുണ്ടോ? കുഞ്ഞു വരുന്നതാണ്, അത് ക്ലീൻ ചെയ്യണമെന്ന്. നീ എന്താ ചെയ്തത്? മുതലാക്കാൻ നോക്കി. അവർക്കെതിരെ വീഡിയോ ചെയ്യിച്ചു. ഇതുപോലെ നിനക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പോൾ നീ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. കൂടെ കിടന്നാലേ രാപ്പനി അറിയൂ. അനുഭവമുള്ളവർ പറയുമ്പോൾ നല്ല പിള്ള ചമയരുത്. ഇതിൻ്റെ ഇടയിൽ കൂടെ അഹാനെ വിളിപ്പിക്കാനായിട്ട് കമൻറ്റ് മുഴുക്ക അഹാന ഫാൻസ് അസോസിയേഷൻ കയറി കുത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ കമൻസ് എല്ലാം അങ്ങനെ തന്നെ. ഇത്രയും പ്രോബ്ലമാറ്റിക് പേഴ്സണിനെ സഹിക്കാൻ വലിയ പാടാണ്. എന്നിട്ടും കുറേ കാലം സിന്ധു ആൻഡ് ഫാമിലി അവരെ നന്നായി തന്നെ നോക്കിയതുമാണ്. പുറം നാട്ടിൽ നിന്ന് അവരെ വിമർശിക്കാനും ആവേശം മൂത്ത് ഏറ്റെടുക്കാനും എളുപ്പമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഡയലോഗ് അടിക്കും പോലെ ഈസി അല്ല ഇവരെ മാനേജ് ചെയ്യുന്നത് എന്ന്. വീടങ്ങ് ഡീപ്പ് ക്ലീനിങ്ങിന് കൊടുത്താൽ അവിടെ അമ്മുമ്മയെ നോക്കി താമസിക്കാമല്ലോ. വെറുതെ കുഞ്ഞുങ്ങളുടെ വെച്ച് കാരണം ഉണ്ടാക്കേണ്ട. നിങ്ങൾ കരുതും പോലെ ആരും അത്ര മണ്ടന്മാരല്ല. ആളുകൾക്ക് ഒക്കെ കാര്യം മനസ്സിലാകും. പിന്നെ സിന്ധുവിനെ ഒരുപാട് കരിവാരി തേച്ചതല്ലേ. മക്കൾക്ക് പ്രശ്നം വന്നപ്പോൾ അവരുടെ കൂടെ നിന്നു, അമ്മയെ നോക്കിയില്ല എന്നൊക്കെ. ഇപ്പോൾ എന്തേ തനിക്കും മകളായോ? കുട്ടിക്കാലം തൊട്ട് നോക്കിയ അമ്മുമ്മയേക്കാൾ വലുത്. പോയിന്റ് കണ്ട, എങ്ങനെ വളഞ്ഞു കൊണ്ടുവന്ന പെങ്കൊച്ചിനെ കുത്തുന്നത് കണ്ട. സൂപ്പർ കുത്തല്ലേ കുത്തുന്നത്. ഇതിനകത്ത് എന്താ നടന്നതെന്ന് അറിയാമോ? ഡീപ്പ് ക്ലീനിങ് ഒരു നല്ല ഓപ്ഷനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എന്തോ ഉണ്ട്, ഇവിടെ കുഴപ്പമുണ്ട് എന്ന് പുള്ളിക്കാരത്തി പറയുന്നില്ലേ. ഇതിനെ കുറേ പേര് കമൻറ്റ് ഇട്ടിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു തക്കാളിപ്പനി അങ്ങനെ എന്തോ ആണ്. ശരീരത്തിൽ മുഴുക്ക ഇങ്ങനെ തക്കാളിയുടെ വട്ടത്തിൽ വരും. അതാണെന്നാണ് പറയണത്. എനിക്ക് അതിൻ്റെ ഡെപ്ത് അറിയത്തില്ല കേട്ടോ. തക്കാളിപ്പനി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ആ തക്കാളിപ്പനിയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് വറീഡ് ആകണ്ട, അവിടെ തന്നെ തുടരാനാണ് പറഞ്ഞത്. പക്ഷേ അതങ്ങനെയല്ല.
ഈ വിദേശത്തുനിന്ന് വരുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും മാക്സിമം. കൊണ്ടുവന്നാലുള്ള പ്രശ്നം ആദ്യത്തെ ഒരാഴ്ച ഹോസ്പിറ്റലായിരിക്കും, ദേഹം മുഴുക്ക ചുവന്ന് തടിക്കും. കൊതുക് കടിച്ചിട്ടല്ല, അല്ലാതെ തന്നെ റാഷസ് വരും. ഇവിടുത്തെ ഒരു ക്ലൈമറ്റുമായിട്ട് കുട്ടികൾ ചേർന്ന് വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ മണ്ണും കല്ലും ഇതുപോലെ ആറ് തോട് ഇതിലൊക്കെ കിടന്ന് കുത്തി മറിഞ്ഞ്, നമ്മളെയൊക്കെ ചെറുപ്പകാലം ഓർമ്മയില്ല, മരത്തിൽ കയറി വീഴുക എന്നുള്ള സ്ഥിര പരിപാടിയാണ്. അതൊക്കെ ചെയ്ത് കുട്ടികൾ നല്ല ഹെൽത്തി ആയിരിക്കും. അവിടുന്ന് വരുന്നത് ബമ്പിളി നാരങ്ങളാണ്. അവർക്ക് ഈ പറയുന്ന നമ്മുടെ ക്ലൈമറ്റുമായിട്ട് അങ്ങോട്ട് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റാഷസ് ബോഡിയിലുണ്ടാകും. പിന്നെ കൊതുകൊരു വിഷയമാണ്. കൊതുകിനെ നമ്മൾ ഓടിക്കാൻ വേണ്ടി പല കോലങ്ങൾ കാണിച്ചാലും ഇപ്പോൾ കൊതുകിനെതിരെ മരുന്ന് വയ്ക്കുന്നില്ലേ, അതൊന്നും പിള്ളേർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോഴും പ്രശ്നം ഉണ്ടാവും. ചെറിയ കുരുട്ടീച്ചകൾ വരാന്നിരുന്ന് ദേഹത്തിരുന്നാൽ തന്നെ ചൊറിയും. അതാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് പ്രൊട്ടക്റ്റീവ് ഏരിയയാണ്, ഫുൾ ടൈം AC ആണ്. മറ്റ് ജീവജാലങ്ങളെ സൂക്ഷ്മ ജീവജാലങ്ങൾക്കൊന്നും അധികം ജീവനില്ല, അതിനകത്ത് അങ്ങനെ കയറി വരാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ വെയിൽ അങ്ങനെ അടിക്കത്തില്ല, അതൊക്കെ ഇവിടെ കൂടുതൽ കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഈ കുഞ്ഞിൻ്റെ വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ഇല്ല, ഡസ്റ്റാണ്. അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, എവിടെയെങ്കിലും കുറച്ച് സാധനം എവിടെയെങ്കിലും വെച്ചാൽ കുറഞ്ഞ പൂപ്പൽ വരുന്ന ഒരു ഇതുണ്ടെന്ന്. അത് പ്രശ്നം ഡസ്റ്റാണ്. ആ ഡസ്റ്റ് മാറണമെങ്കിൽ നല്ല ഡീപ്പ് ക്ലീൻ സർവീസിങ്ങിനുള്ള ആൾക്കാരെ വിളിച്ച് വീട് ക്ലീൻ ചെയ്യണം. പ്രശ്നം അമ്മുമ്മയാണ്. അമ്മുമ്മയെ പറ്റിയിട്ട് സിന്ധു പറഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, അമ്മുമ്മ അതിന് അനുവദിക്കത്തില്ല, പഴയ ഡപ്പയൊന്നും എടുത്ത് കളയാൻ പറ്റത്തില്ലെന്ന് അഹാന പറയുന്നുണ്ട്. അപ്പം വിഷയം ക്ലീൻ ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ളൊരിടത്ത് ആ കൊച്ചിനെയും കൊണ്ട് അവൾ അവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിനകത്ത് ഇവരുടെ അമ്മയെ പറ്റി കുറേ പറയുന്നുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ, തന്മി വിഷമിക്കേണ്ട, തക്കാളി പനിയെ പോലെയാണ് തോന്നുന്നു കാണുമ്പോൾ, അത് എല്ലാ കുട്ടികളിലും കാണാറുണ്ട്. വീടിനെ കുറ്റം പറയാതെ ഈ പ്രായത്തിൽ ഇതൊക്കെ നോർമലാണ്. അമ്മ തുടങ്ങി, അവരുടെ സ്വഭാവം മാറ്റാനൊന്നും ഇനി പറ്റില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. രഞ്ജിനി പറഞ്ഞ കമൻ്റാണ്. അതെ, അഹാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും അവളുടെ മണ്ടയ്ക്ക് കയറി. ഇതൊക്കെ വാസ്തവം തന്നെയാണ്. തന്വി ഇപ്പോൾ പറയുന്നത് തന്വി നാട്ടുകാരെ പറ്റിക്കുന്നതാണ്. ഓപ്പണായിട്ട് പറയാം, അമ്മയായിട്ട് പോകാൻ പറ്റുന്നില്ല, അമ്മ ക്ലീൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, കുട്ടിക്ക് റാഷസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ തൽക്കാലം വീട് മാറുകയാണ്, അമ്മയെ പറഞ്ഞ് തിരുത്താനൊക്കത്തില്ല, അമ്മയ്ക്ക് വേറൊരാളെ സെർവൻറ്റിനെ ഏൽപ്പിക്കുന്നു, അടുത്ത് തന്നെ ഒരാളെ ഫുൾ ടൈമിലേക്ക് ആക്കുന്നു, അമ്മമ്മ ഞങ്ങൾക്കൊപ്പം വാടക വീട്ടിലേക്ക് വരത്തില്ല എന്ന് പറയണു, അവർ ജീവിച്ച വീടാണെന്ന് പറയണു. അപ്പം ആ സ്ത്രീയുടെ മാനസിക നിലയ്ക്ക് പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾ മാറുന്നതാണ് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം അത് തന്നെ. അപ്പം അതിനകത്ത് പിന്നെ അഹാന ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവരതാണ് അഹാനയെ പോലെ ആകാനായിട്ട് തന്വി ശ്രമിക്കേണ്ട. തന്വി അങ്ങനെ അഹാനെ കൊണ്ട് പറ്റത്തില്ല, മീൻസ് തന്വിയെ കൊണ്ട് പറ്റത്തില്ല അഹാനെ പോലെ ആവാനായിട്ട്. അഹാന വച്ചയ്ക്ക് നല്ല കൊടുത്തു, വയസ്സും പ്രായവും നോക്കാതെ അവരെ കടന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും തന്വി പറയണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത്യാവശ്യം ഈ പറയുന്ന വീട് ചിലപ്പം തന്വിയുടെ പേർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ തന്വിക്കും അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് അവർ അങ്ങനെ വല്ലാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ്. അത് മനസ്സിലാക്കേണ്ടത് വേറെ ആരുമില്ല, അവരാണ് മനസ്സിലാക്കേണ്ടത്. ഇനി വയസ്സുകാലത്ത് അവരെ തിരുത്താനോ നന്നാകാനോ പറ്റത്തില്ല, സഹിക്കുകയല്ലാതെ വഴിയില്ല. എല്ലാവരും ഇട്ടേച്ച് പോകുമ്പോൾ അവർക്ക് കാര്യം പിടികിട്ടണം. മനസ്സിലാവുമെങ്കിൽ മനസ്സിലാകട്ടെ. എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനേ അവരെ കൊണ്ട് പറ്റുള്ളൂ. ഇപ്പോൾ അഹാനെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഏറ്റുപിടിച്ചു. ഈ കുട്ടിയും നിവർത്തിയോടുണ്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. മക്കളാരും അടുത്തേക്ക് വരുന്നില്ല. നമ്മളെ എല്ലാവരും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കേണ്ടത് ആ അമ്മയാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ പ്രശ്നം വഷളാക്കിയത് അവർ തന്നെയാണ്. കാരണം ഡീപ്പ് ക്ലീനിങ്ങിന് വിളിച്ചാൽ നല്ലൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ A to Z ഒരു ചെറിയ കുന്നിക്കുരു കിടന്നാൽ അതും എടുത്ത് തുടച്ച് വെച്ചിട്ടേ പോവുള്ളൂ അവർ. അപ്പോൾ അവിടെ വേണ്ടത് ഡീപ്പ് ക്ലീനിങ് ആണ്. അതിനെ അമ്മ സമ്മതിക്കത്തില്ല. അവരങ്ങനെ ഒരു ഇതിനകത്ത് കിടന്ന് ശീലിച്ചു പോയി. അവർക്ക് അത് കളയാൻ പറ്റില്ല, ഇത് കളയാൻ പറ്റില്ല, അവരുടെ ചട്ടം രീതികളുണ്ട്. അത് ആ പ്രശ്നമാണ് എല്ലാവർക്കും ഒന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ കമൻറ്റിൽ കൂടെ വന്നിട്ട് അഹാനയെ സപ്പോർട്ട് ചെയ്യുന്നവരടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആ പെൺകുട്ടിയുടെ അമ്മയുണ്ട്, അവർ വന്ന് നോക്കുന്നോ? ഇല്ല. അറ്റ്ലീസ്റ്റ് അവൾ നോക്കാമെന്നെങ്കിലും പറഞ്ഞല്ലോ. അവളുടെ ഉത്തരവാദിത്വമൊന്നുമല്ല. ആ 2 പെൺമക്കളാണ് കുഴപ്പം. സിന്ധുവും സിന്ധുവിൻ്റെ സഹോദരിയാണ് കുഴപ്പം. അവരുടെ തലയിലെടുത്താണ് ഇങ്ങനൊരു തള്ളവുള്ളത്. പിന്നെ ഇവരിത് മുൻപേ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇവർ റിയാക്ട് ചെയ്യണമായിരുന്നു. ഈ വൈകിയ വേളയിൽ ഇനി ഈ വയസ്സുകാലത്ത് അവരെ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. റിയാക്ഷൻ വിട്ടിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ആ അമ്മയെ തിരുത്താൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് മനസ്സിലായി എല്ലാവരും ഒരു നേരം പോയി കാണുന്നത് കണക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് നടക്കാൻ പോകാനുള്ള ഒരു സമയമുണ്ടാകും, ജിമ്മിൽ പോകാനുള്ള സമയം, അതിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഒന്ന് പോയി എത്തി നോട്ടം, അത്ര മതി. ഒരു ജോലിക്കാരിയാക്കുക. ആ ജോലിക്കാരി അവിടെ നിൽക്കത്തില്ല. കാരണം ഇവരുടെ ക്യാരക്ടറുമായിട്ട് ചേർന്ന് മക്കൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അന്യ പെണ്ണുങ്ങൾ ഇപ്പം എങ്ങനെ വന്ന് നിൽക്കും? ആ പെണ്ണോ ആണോ അവരെ കൊണ്ടൊക്കത്തില്ല. പിന്നെ ആണുങ്ങളെ ഏൽപ്പിക്കാതിരിക്കുക. കാരണം ഇവരുടെ ക്യാരക്ടറിന് ചിലപ്പോൾ അമ്മമാർക്ക് കൈവിട്ട് പോകാൻ അടിച്ച് പൊട്ടിച്ചു കൊടുക്കും. അപ്പോൾ അത് പ്രശ്നമാണ്.
വിഷയം ഇത് തന്നെയാണ്. തൻവിയുടെ ഭാഗത്ത് ശരികളാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഈ അഹാനയുടെ കൂട്ടാക്രമണം ആ കുട്ടിക്കുണ്ടാവും. എല്ലാം കൂടെ ചേർന്ന് അതിനെ പൊങ്കാലിട്ട് കൊല്ലും. അതുകൊണ്ട് അഹാന ശരിയാണെന്ന് വാദമില്ല. അഹാന ഒരിക്കലും ശരിയല്ല. അഹാന പറഞ്ഞ പ്രവൃത്തി, പറഞ്ഞ രീതി, സിന്ധു അമ്മയെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് അതൊന്നും ചെയ്യണ്ടായിരുന്നു. ഇനി ചെയ്യാം. ഇനി മുതൽ അവർ പറയണതൊക്കെ വീഡിയോ എടുത്ത് വെച്ചേക്കുക. അപ്പോൾ കൂടുതൽ തള്ളിക്കൊണ്ട് വരത്തില്ല. അത് അങ്ങോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക. അധികം പറഞ്ഞാൽ ഇതെടുത്ത് പബ്ലിക് ഇടുമെന്ന് കാണിച്ചു കൊടുക്കുക. അത്രേ നടക്കുകയുള്ളൂ. ആ കുട്ടി പാവം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്തോ, തിരിച്ച് കയറി പോകാനും പറ്റാത്തൊരവസ്ഥയായി. ജോലിയും കളഞ്ഞ് ഇവിടെ വന്ന് നിന്നപ്പോൾ എല്ലാവരും കൂടെ സഹായിക്കുന്നതിന് പകരം മാറിയെന്ന് കുറ്റപ്പെടുത്താതെ ആ കുട്ടിയെ സഹായിച്ച് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പാവം തോന്നുന്നു, എന്ത് ചെയ്യാൻ പറ്റും, തലയിലെടുത്ത്. അപ്പോൾ ശരി, ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.